ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയ M1 പറഞ്ഞുള്ള കേട്ടോണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ബോയ V10. ഹലോ സുഹൃത്തുക്കളെ, JP വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്, നമ്മളടുത്ത് രണ്ട് മൈക്ക് ഉണ്ട്. രണ്ട് മൈക്കില് രണ്ടാൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൈക്കിലാണ്. ഒരാള് വയർലെസ് മൈക്കും അതേപോലെ മറ്റൊരാൾ എന്ന് പറയുന്നത് വയേർഡ് മൈക്കാണ്. രണ്ടും സെയിം ബ്രാൻഡുകളായ ബോയയുടെ മൈക്കുകൾ തന്നെയാണ്. ഈ മൈക്ക് എന്ന് പറയുന്നത് വയർലെസ് മൈക്കായ ബോയയുടെ V10 പറഞ്ഞുള്ള ഒരു മൈക്കാണ് ഈ മൈക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഈ മൈക്ക് എന്ന് പറയുന്നത് ബോയയുടെ M1 പറഞ്ഞുള്ള ഒരു വയേർഡ് മൈക്കാണ്. ഏകദേശം വയേർഡ് മൈക്ക് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വയേർഡ് മൈക്കിലോട്ടുള്ള വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു വയർ എന്ന് പറയുന്നത് 6 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു വയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വയർലെസ് മൈക്ക് ആണ്, ബോയയുടെ V10 വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. ഈ വയർലെസ് മൈക്ക് ആകുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവില്ല, ചാർജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വയേർഡ് മൈക്ക് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ 3.5mm ജാക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ. ഇപ്പം 3.5mm ജാക്ക് ഫോണിൽ ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് സി കണക്ടർ മേടിച്ചാലും മതി. 100-150 രൂപ കൊടുത്താൽ നമുക്കൊരു ടൈപ്പ് സി കണക്ടർ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് മൈക്കുകളും, ഈ വയർലെസ് മൈക്കും അതേപോലെ ഈ വയേർഡ് മൈക്കും തമ്മിലൊരു ക്വാളിറ്റി ഡിഫറൻസ് ആണ്, വോയിസിൽ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഡിഫറൻസ് ആണ് നമ്മൾ, അതിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. ഒരു സംശയമല്ല, രണ്ടാൾക്കും രണ്ട് റേറ്റുകളാണ്. ഒരാളുടെ റേറ്റ്, അതായത് വയർലെസ് മൈക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2500 രൂപയാണ്. 2 വർഷം അവര് വാറണ്ടി ഒക്കെ തരുന്നുണ്ട്. അതേപോലെ ഈ വയേർഡ് മൈക്കിന്റെ നിലവിൽ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 800 രൂപ അടുത്താണ്. അപ്പോൾ ഈ ഒരു വയേർഡ് മൈക്കിന് ഏകദേശം 1 വർഷവും വാറണ്ടി തരുന്നുണ്ട്. നമുക്കറിയാം വയർലെസ് മൈക്കിന്റെ പോരായ്മകളും അല്ലെങ്കിൽ വയേർഡ് മൈക്കിന്റെ പോരായ്മകളും ഒക്കെ നമുക്കറിയാം. നമ്മളടുത്ത് വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മളൊരു സംശയമില്ലാതെ നമ്മളെ അതിനനുസരിച്ചുള്ള റേറ്റ് മൈക്കുകൾ, അഫോർഡബിൾ അല്ല മൈക്കുകളെ നമ്മൾ എന്തായാലും ചൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 2025 ഈ ഒരു രണ്ട് മൈക്കുകളുടെ വ്യത്യാസങ്ങൾ എന്താണ് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് എന്തായാലും ഉപകാരപ്പെടും എന്നതിൽ എനിക്കൊരു സംശയമല്ല. അപ്പോൾ ഈ രണ്ട് റേറ്റുകളിലെ വ്യത്യാസങ്ങളും ക്വാളിറ്റിയുള്ള വ്യത്യാസങ്ങളും, അതായത് 800 രൂപയിൽ നിന്ന് 2500 രൂപയിലേക്ക് വരുമ്പോഴുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബോക്സിന്റെ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഡയറക്റ്റ് നമ്മൾ വീഡിയോയിൽ ഇതിന്റെ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കണക്ഷൻ എങ്ങനെയാണെന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ വോയിസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് ഫോണിന്റെ മൈക്രോഫോണുള്ളതും അതേപോലെ ഈ ഒരു വയേർഡ് മൈക്രോഫോണിലുള്ള വോയിസും അതേപോലെ വയർലെസ് മൈക്രോഫോണിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വോയിസും നമ്മളെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ വോയിസിലുള്ള ക്വാളിറ്റി, അതാണല്ലോ മെയിൻ, വോയിസിലെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഫോണിലൂടെയുള്ള വോയിസ് ആണ്. അതായത് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഒരു S21 FE എന്നുള്ള ഒരു മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡലിലൂടെയുള്ള ഒരു വോയിസ്, അതായത് ആ ഫോണിന്റെ ഇൻബിൽഡ് ആയിട്ട് വന്നുള്ള മൈക്കിലൂടെയുള്ള വോയിസ് ആണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. ഞാനും എൻ്റെ ഫോണും തമ്മിൽ ഏകദേശം ഒരു 2 to 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനും ഫോണും നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയുടെ M1 വയേർഡ് 6 മീറ്റർ ലെങ്ത് ഉള്ള വയേർഡ് മൈക്കിലൂടെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫോൺ മാറുന്നതിനനുസരിച്ചും ആ വോയിസിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ പിക്സലിന്റെ ഒരു ഫോൺ ആണെങ്കിൽ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ ആണെങ്കിൽ, പൊതുവെ നിങ്ങളൊരു സാംസങ്ങിന്റെ മൈക്രോഫോണിലൂടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വോയിസ്, വീഡിയോയിലുള്ള വോയിസ് അല്ലല്ലോ നിങ്ങൾ പിക്സലിന്റെ അല്ലെങ്കിൽ ഐഫോണിന്റെ മൈക്രോഫോണിലൂടെ അല്ലെങ്കിൽ സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കുന്നത്. അതായത് ബ്രാൻഡുകൾ മാറുമ്പോൾ എന്താ, അതിന്റെ സ്പീക്കറുകളൊക്കെ മാറുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മളെ മൈക്ക് കണക്ട് ചെയ്താലും ആ ബ്രാൻഡുകൾക്ക് അനുസരിച്ച് വോയിസ് മാറ്റം ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും അതിന്റെ വോയിസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ സാംസങ് S21 FE പറഞ്ഞുള്ളൊരു മൈക്കിലൂടെ, അത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മൈക്കിലൂടെയുള്ള വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. നോയ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. ഞാനും ഫോണും തമ്മിൽ ഏകദേശം 2-3 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ വോയിസും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ യാതൊരു രീതിയിലുള്ള നോയ്സ് റിഡക്ഷനും കാര്യങ്ങളും ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചുറ്റുപാടുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ അതിൽ ക്യാപ്ചർ ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം
വയേർഡ് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് വയർലെസ് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള വോയിസ് നമുക്ക് കേട്ട് നോക്കാം. ഈ വയർലെസ് മൈക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ 2 മോഡുകളുണ്ട്. നോർമലായിട്ടുള്ള മോഡുണ്ട്, പിന്നെ നോയിസ് റിഡക്ഷൻ മോഡും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വയേർഡ് മൈക്കിലായാലും ചെറിയ രീതിയിൽ ബട്ടണും കാര്യങ്ങളും ഇല്ല എന്നുള്ള ചെറിയ രീതിയിലുള്ള നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളും ഇതിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വയേർഡ് മൈക്കിൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ M1 പറഞ്ഞുള്ള വയേർഡ് മൈക്കിലൂടെയുള്ള വോയിസ് ആണ്. അപ്പോൾ ചെറിയ രീതിയിലും കാര്യങ്ങളിലൊക്കെ നോയിസ് റിഡക്ഷൻ ഇപ്പോൾ ഈ ഒരു വയേർഡ് മൈക്ക് നമുക്ക് തരുന്നുണ്ട്. ഇതേപോലെ കണ്ടൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ വോയിസും കാര്യങ്ങളും എത്രത്തോളം എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വയേർഡ് മൈക്കിന് നല്ലൊരു ബേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോയിസും കാര്യങ്ങളും നോയിസ് ക്യാൻസലേഷൻ എത്ര ബെറ്റർ ആണ്, നോയിസും കാര്യങ്ങളും വോയിസ് എത്ര ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എനിക്കിപ്പോൾ നിലവിലൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇതൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 6 മീറ്റർ ആണ് ഈ ഒരു വയേർഡ് മൈക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വയർലെസ് മൈക്ക് ആയതാ. അപ്പോൾ ഈ ഒരു വയർലെസ് മൈക്കിന് ഒരു ട്രാൻസ്മിറ്ററും ഉണ്ട്, അതേപോലെ ഒരു റിസീവറും ഉണ്ട്. നമുക്ക് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വോയിസ് കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ബോയ V10 പറഞ്ഞുള്ള മൈക്കിലൂടെയുള്ള വോയിസ് ആണ്. അപ്പോൾ നിലവിൽ ഇതിൽ നോയിസ് റിഡക്ഷൻ ബട്ടൺ പറഞ്ഞുള്ള ഒരു ബട്ടൺ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിലവിൽ അതൊന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി അത് ഓൺ ആക്കിയിട്ടുള്ള ഒരു വോയിസ് കൂടി നിങ്ങൾ കേട്ട് നോക്കാം. ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോയിസ് റിഡക്ഷൻ ബട്ടൺ നമ്മൾ ഓൺ ആക്കുമ്പോൾ അത് ഗ്രീൻ ലൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വയർലെസ് മൈക്കിലൂടെയുള്ള നോയിസ് റിഡക്ഷൻ ബട്ടൺ ഓൺ ആണ്. അപ്പോൾ അതിൻ്റെ വോയിസുകളും കാര്യങ്ങളും അതേപോലെ നോയിസുകൾ എത്ര കുറവാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വയേർഡ് മൈക്കിൻ്റെ പ്രസക്തിയും അതേപോലെ ഈ ഒരു വയർലെസ് മൈക്കിൻ്റെ പ്രസക്തിയും എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റികൾ കൃത്യമായിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്തായാലും ഒരു വയേർഡ് മൈക്ക് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. കാരണം നമുക്ക് വലിയ രീതിയിലുള്ള വയർലെസ് മൈക്കിന് അഫോർഡബിൾ അല്ല. റോഡ് പോലത്തെ മൈക്കിനൊന്നും നമുക്ക് പൈസ അഫോർഡബിൾ അല്ലെങ്കിൽ അത് അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മളൊരു വയേർഡ് മൈക്ക് നോക്കുകയായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ വയർലെസ് മൈക്ക് എടുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 മൈക്കുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രൈസുകളിലും വ്യത്യാസമുണ്ട്, അപ്പോൾ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ബേസ് ആയിട്ടുള്ള നല്ല വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടും 2500 800 രൂപയാണെങ്കിൽ പോലും എനിക്ക് വയേർഡ് മൈക്കിലൂടെയുള്ള വോയിസാണ് എനിക്കൊന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കണം. കാരണം കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്ന റേറ്റുകളിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ 2 മൈക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വയർലെസ് മൈക്കാണെങ്കിൽ പുറത്ത് എന്തെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ വയർലെസ് മൈക്ക് യൂസ് ചെയ്യും. കാരണം നമുക്ക് വയേർഡും കൊണ്ട് ഒരു പുറത്ത് അത്ര സുഖമല്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ വയേർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് എനിക്ക് ബേസ് ആയി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വേറെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ആ ഒരു ഓഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് മാറും. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് മക്കളെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ ചെറുതായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്.